ആർഷോ പലതവണ അവിടെ വന്നിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചാണ് ഈ സിദ്ധാർത്ഥനെ ചോദ്യം ചെയ്യുകയും അപമാനിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തത്. അതിനുള്ള തീരുമാനമെടുത്തതെന്നാണ് ജയപ്രകാശ് പറയുന്നത്. ഇന്നലെ സിദ്ധാർത്ഥ് മരിച്ചിട്ട് 41 ദിവസം കഴിഞ്ഞു. സിദ്ധാർത്ഥിന്റെ പിതാവ് മാധ്യമങ്ങളെ പറഞ്ഞ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ SFIയുടെ മുതിർന്ന നേതാവ് അതായത് ആർഷോ എന്ന വ്യക്തിയിൽ നിർണായക പങ്കുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ 41 ദിവസമായപ്പോഴാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പൊ ഇതിനകം കേരള പോലീസ് അന്വേഷണം CBI കൈമാറുന്നുണ്ട്. CBI വരുമെന്ന് പറയുന്നുണ്ട്, വരില്ല പറയുന്നുണ്ട്. ഗവർണർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ആർഷോയെ CBI ആണോ ഗവർണറാണോ പൂട്ടാൻ ശ്രമിക്കുന്നത്? ഇനി ആർഷോയെ ആര് വിചാരിച്ചാൽ ഇനി പൂട്ടാൻ പറ്റില്ലെന്ന്. കാരണം അതിനൊക്കെ അപ്പുറം എത്തിക്കഴിഞ്ഞു. ആര് വിചാരിച്ചാലേ ഇനി പൂട്ടാൻ പറ്റുന്നത്? CBIക്ക് അന്വേഷണം നടത്തി ആർഷോയെ പൂട്ടണമെന്നുണ്ടെങ്കിൽ തെളിവ് വേണം. അവർ ശാസ്ത്രീയമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണത്തിലേക്ക് എത്തുന്നത്. എന്താ നോക്കൂ, ചേകന്നൂർ മൗലവിയുടെ മരണം CBI അന്വേഷണം ഏറ്റെടുത്തതല്ലേ? എന്ത് സംഭവിച്ചു? ഏതെങ്കിലും ഒരു പ്രതിയെയോ പ്രതിയുടെ തുമ്പോ സൂചന ഇട്ടിട്ടുണ്ടോ? പേരെങ്കിലും സൂചിപ്പിക്കാൻ കഴിഞ്ഞോ അവർക്ക്? തെളിവില്ല. തെളിവെല്ലാം വളരെ ശാസ്ത്രീയമായി തന്നെ നീക്കം ചെയ്യപ്പെട്ടു. എന്ന് പറഞ്ഞതുപോലെ ഈ സിദ്ധാർത്ഥന്റെ അച്ഛനായിട്ടുള്ള ജയപ്രകാശ് ഈ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട ആ നോട്ടീസും കൊണ്ട് പോയപ്പോൾ അപ്പൊ തന്നെ മുഖ്യമന്ത്രി സമ്മതിക്കാൻ കാരണം എന്താണ്? തെളിവുകളെല്ലാം നശിച്ചു എന്ന് ഉറപ്പുവരുത്തി. അതിനുള്ള സമയവും ഉണ്ടായിരുന്നു, സാവകാശവും ഉണ്ടായിരുന്നു. അപ്പോ അപ്പോഴത്തേക്ക് തെളിവുകൾ നശിപ്പിച്ചുകൊണ്ട് ധൈര്യമായിട്ടാണ് CBIക്ക് കൊടുത്തത്. അല്ലെങ്കിൽ ആ കേന്ദ്ര ഏജൻസിയെ ഏറ്റവും വെറുക്കുന്ന ഒരു മുഖ്യമന്ത്രി ആ അന്വേഷണത്തിന് തയ്യാറാവുകയില്ല. ഇന്ന് കോമൺ സെൻസ്, നമ്മൾ കൂടുതൽ വലിയ വിദഗ്ധനൊന്നും ആവണ്ട ഇത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ തന്നെ സമ്മതിച്ച് ഉത്തരവ് വിട്ട് കഴിഞ്ഞു, ഓർഡറുമാക്കി കഴിഞ്ഞു. പിന്നെ മറ്റൊരു അന്വേഷണം ഉള്ളത് ജുഡീഷ്യൽ അന്വേഷണം. ഗവർണർ അപ്പൊ തന്നെ ആത്മാർത്ഥമായിട്ട്, പക്ഷെ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി ജഡ്ജിയെ നിയമിക്കുമ്പോഴത്തേക്ക് സമയം അങ്ങ് പോവുക. അദ്ദേഹത്തിന് ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലേ തീരുമാനം എടുക്കാൻ പറ്റൂ. ഈ SFIയുടെ ആ ഗുണ്ടകളെ പേടിച്ചിട്ട് ഏറ്റവും മുഖ്യ ശത്രു കേരള സർക്കാരല്ല, ഇപ്പൊ SFI ആണ്. SFI ആണ്. അപ്പോ ഈ SFIക്ക് എതിരായിട്ട് അങ്ങനെ ഒരു നടപടി ഉണ്ടായിരുന്നിരിക്കട്ടെ. ഈ മൊഴികൾ എടുക്കുന്ന ആരെങ്കിലും SFI എന്ന് പറയുന്ന കേരളത്തിലെ ആ ക്യാമ്പസുകളിലെ ശക്തിക്കെതിരെ സംസാരിക്കാൻ തയ്യാറാക്കും. പേടിച്ച് ആ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ ജീവിച്ചിരിക്കും, കൈയും കാലും വെട്ടില്ലേ? അത്രയല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇപ്പോ SDPIയുടെയും അതുപോലെ തന്നെ ക്യാമ്പസ് ഫ്രണ്ടിന്റെയും ഒക്കെ അണികളിലാണ് SFIയിലേക്ക് ചേക്കേറിക്കൊണ്ട് പ്രവർത്തനം നടത്തുന്നത്. അത്ര ക്രൂരമായിട്ടാണ്. ഈ സിദ്ധാർത്ഥന്റെ മരണം തന്നെ അതിന് ഉദാഹരണമല്ലേ? എത്ര ക്രൂരമായിട്ടാണ് പട്ടിണിക്കിട്ടുകൊണ്ട് അടുത്തുള്ള കുന്നിൻപുറത്ത് പോയി ശരീരത്ത് വിചാരണ നടത്താറുണ്ട് SDPIയും PFും ഒക്കെ. അതേ രീതിയിലുള്ള വിചാരണയാണ് നടത്തിയത്. അതേ മോഡലാണ്. അത് ആ രീതിയാണ്. അല്ല, ഇന്ത്യൻ ജുഡീഷ്യൽ വ്യവസ്ഥയ്ക്ക് അനുസരിച്ചല്ലല്ലോ ഈ സംഘടനകളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ മഹത്തായ ജനാധിപത്യം, സോഷ്യലിസം, സാഹോദര്യം എന്നൊക്കെ പറയുന്ന പാർട്ടികൾ ആ ഗൂണ്ടായുസത്തിന്റെ, ഫാഷിസത്തിന്റെ, നഗ്നമായ വർഗീയതയുടെയൊക്കെ ചുവടുകൾ പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ആർഷോ എന്ന് പറയുന്ന ആൾ എത്രയോ കേസുകളിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഒരു കേസിലെങ്കിലും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനോ കുറ്റപത്രം സമർപ്പിക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? എന്തുകൊണ്ട്? തെളിവുകളില്ല. അദ്ദേഹത്തെ ഭയക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന സന്ദേശ് ഖാലിയിലെ ആളിനെ പോലെ തന്നെ ശക്തനും പ്രതാപവാനും അധികാരത്തണലിന്റെ പിന്തുണയുമുള്ളവനാണ് ആർഷോ എന്ന് പറയുന്നത്. ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല CBI വന്നാൽ. ഇനിയിപ്പോ പിന്നെ നമുക്ക് സത്യങ്ങൾ അറിയാം. കോമൺ സെൻസ് ഉള്ള സാധാരണ മനുഷ്യന്റെ, കോമൺ മാനിന് അതിങ്ങനെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ വിദഗ്ധ ആളുകൾ വന്നു കഴിഞ്ഞാലും അതിന് ഫോറൻസിക് എവിഡൻസ്, ഇങ്ങനെയുള്ള എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കാൻ പറ്റൂ. ഇതെല്ലാം നടന്നിരിക്കുന്നത് നേരിട്ടുള്ള സംഭാഷണങ്ങളില്ല. അല്ലെങ്കിൽ ഈ നമുക്കിപ്പോ ആപ്പിളിനെയൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ അരവിന്ദ് കേജ്രിവാൾ ആപ്പിൾ തുറന്നു കൊടുക്കത്തില്ല, അതിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുത്തില്ല. അപ്പൊ ആ ആപ്ലിക്കേഷൻ, ആ ഫോൺ തുറന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല അദ്ദേഹം എന്തൊക്കെയാണ് സംഭാഷണം നടത്തിയിരുന്നത്. അത് പിന്നെ ആപ്പിളിന് കൊടുത്തിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. അങ്ങനെയുള്ള തെളിവ് പോലും ഇല്ല ഇവിടെ. ആപ്പിളിന് കൊടുത്താലും തെളിയിക്കാൻ പറ്റില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭാഷണങ്ങളെല്ലാം നേരിട്ടാണ്. ആർഷോ പലതവണ അവിടെ വന്നിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചാണ് ഈ സിദ്ധാർത്ഥനെ ചോദ്യം ചെയ്യുകയും അപമാനിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തത്. അതിനുള്ള തീരുമാനമെടുത്തതെന്നാണ് ജയപ്രകാശ് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ, പിതാവിന്റെ ഒരു മാനസിക വിക്ഷോഭത്തിലുള്ള മനോനില തകർന്നിട്ട് നടത്തിയ ഒരു രോഷപ്രകടനം അല്ല അത്. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയുകയാണ്. അദ്ദേഹത്തിനോട് രഹസ്യമായിട്ട് വിവരങ്ങൾ കൊടുക്കുന്ന ചില ആൾക്കാർ ക്യാമ്പസിലുണ്ട്. പേടിച്ചാണ്, ജീവനിൽ പേടിച്ച്, പേര് വെളിപ്പെടുത്താണ്. അവരിൽ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരിലാണ് ഈ പറയുന്നത്. അപ്പൊ വളരെ വ്യക്തമായി കഴിഞ്ഞു. പിതാവ് ഇപ്പോഴും ഒറ്റ കാര്യമുണ്ട്, ആർഷയുടെ ഫോൺ ചെക്ക് ചെയ്താൽ, സൈബർ സെല്ല് ചെക്ക് ചെയ്ത് ആർഷ വന്നിട്ടുണ്ടോ ഇല്ലെന്ന് തെളിയിക്കാൻ പറ്റുമല്ലോ. അല്ല, ആർഷയുടെ ഫോണ് എന്ന് പറയുന്നത് അതിലിപ്പോ സിം കാർഡ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ എന്ത് എവിഡൻസാ കിട്ടുക?
സിം കാർഡ് മാറ്റും. അവരിതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറയുന്നില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, ഞാൻ വാദിക്കുന്നത് അങ്ങനെയല്ല. ഈ ഫോണിൽ കൂടെ അല്ല സംഭാഷണം നടത്തുന്നത്. ആർഷോ നേരിട്ട് അവിടെ വന്ന് നേരിട്ടാണ് ഈ സംഭാഷണം നടന്നത്. വന്നിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ ഫോൺ വഴി പറ്റുമല്ലോ, സൈബർ സെൽ പറ്റില്ല. അല്ല, അവിടെ ലൊക്കേഷൻ വഴി അല്ലേ, ലൊക്കേഷൻ നോക്കിയിട്ട് ആ സ്ഥലത്ത് വന്നിട്ടുണ്ടോ എന്ന്. വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ, വന്നിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ആസൂത്രണം ചെയ്ത അദ്ദേഹമാണെന്നുള്ളതിന് തെളിവ് ലഭിക്കില്ലല്ലോ. അത് സംഭാഷണം വഴിയല്ലേ നടന്നോ നമുക്ക് തെളിയിക്കാൻ പറ്റൂ. ഫോണിൽ കൂടി അല്ലല്ലോ സംസാരിക്കുന്നത്. നമ്മൾ വാട്ട് എവർ വി ടോക്ക് ഇറ്റ് വാനിഷസ് ഇൻ ടു തിൻ എയർ. അതിനൊരു എവിഡൻസും ഇല്ല, അതൊരു എവിഡൻസും അല്ല. അത് ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവൂ. പക്ഷെ ഇവരൊക്കെ ഇങ്ങനെ തീരുമാനം എടുക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാ മൊബൈൽ റെക്കോർഡിംഗ് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യൂ. യൂണിറ്റ് സമ്മേളനങ്ങളൊക്കെ അങ്ങനെ ചെയ്യൂ, ഇത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ സംഭാഷണങ്ങളൊക്കെ അവർ നടത്താറുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിപ്പോൾ തെളിവ് ഒന്നും ബാക്കിയുണ്ടെന്നുമല്ല, സങ്കടങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഞാനത് നേരത്തെ തന്നെ പറഞ്ഞൊരു കേസുണ്ട്. 2014 മംഗലാപുരത്ത് നടന്ന പ്രബലരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അതിന്റെ യാതൊരു തെളിവും പുറത്തു വന്നിട്ടില്ല. ഇന്ന് വരെ CBIക്ക് ഒരു ചുക്കും ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. CBI അന്വേഷണം ഏറ്റെടുത്തതാണത്. ഇതുപോലല്ല, ഇപ്പൊ ഏറ്റെടുത്തിട്ടില്ലല്ലോ ഇതുവരെ. കാരണം അതിനുള്ള സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഏറ്റെടുത്തിട്ടില്ല ഇതുവരെ ഇവിടെ. പക്ഷേ അങ്ങനെ ഏറ്റെടുത്ത മംഗലാപുരത്തെ ഒരു റാഗിംഗ് കൊലപാതകത്തിന്റെ കേസ്, മലയാളിയായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാധാകൃഷ്ണന്റെ പത്തനംതിട്ട, ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മകന്റെ മരണത്തിന്റെയോ ഇതുവരെ യാതൊരു ശിക്ഷാ നടപടിയും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് CBIക്ക് മാന്ത്രിക ദണ്ടുകളൊന്നുമില്ല, അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ല. അപ്പോ ഈ തെളിവില്ലാത്തവരിടത്ത് അവർക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് തന്നെയാണ് എന്റെ ഉറച്ച ബോധ്യം. ഇപ്പോഴത്തെ ഈ വേവൊക്കെ കെട്ടടങ്ങുമ്പോൾ ഈ പ്രതികളൊക്കെ വീണ്ടും കോളേജിൽ വരികയും പഠിക്കുകയും അവരൊക്കെ മൃഗഡോക്ടർമാരായിട്ട് പോയി, ഈ മൃഗങ്ങളൊക്കെ തന്നെ മൃഗഡോക്ടർമാരായിട്ട് വലിയ ശമ്പളത്തിൽ പോയി ജീവിക്കുകയും ചെയ്യും. സിദ്ധാർത്ഥൻ എന്റെ മരണം, അതിന്റെ ദുഃഖവും പേറിക്കൊണ്ട് അവരുടെ കുടുംബവും മുന്നോട്ട് പോകും. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ. വരും ദിവസങ്ങളിൽ SFI നേതാവ് ആർഷയുടെ സ്ഥാനം ജയിലിലാണോ അതോ SFI ഓഫീസിലാണോ കണ്ടറിയാം. രണ്ടായിരിക്കുന്നിടത്തോളം ഒന്നും സംഭവിക്കില്ല.